ഒരു കഥ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതായത് ഒരു കാട്ടിൽ ധാരാളം തത്തകളുണ്ടായിരുന്നു. ധാരാളം തത്തകൾ. അപ്പം ഈ തത്തകളെ വേടന്മാർ വന്ന് പിടിക്കാൻ തുടങ്ങി. അങ്ങനെ പിടിച്ചു കൊണ്ടുപോകുന്ന സമയത്ത് തത്തകളിൽ ഒരു തത്ത, അതെനിക്ക് തോന്നുന്നു സാക്ഷര തത്തയായിരുന്നു. ഈ പ്രായമുള്ളവർക്കൊക്കെ ക്ലാസ് ഉണ്ടല്ലോ, അതേപോലെ ഈ തത്തയ്ക്ക് ഇവിടുന്ന് ക്ലാസ് കിട്ടി. അപ്പോൾ തത്തയ്ക്ക് ഇത്തിരി സാക്ഷരതയൊക്കെ വന്നപ്പോൾ തത്ത വിചാരിച്ചു ഈ കൂടെയുള്ള തത്തകളേക്കുന്ന് വിദ്യാഭ്യാസം കൊടുത്ത് ഇവർക്കൊക്കെ ഒരു അവബോധം വരുത്തിയാൽ വേടന്മാർക്ക് വന്ന് ഇവരെ ചൂഷണം ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ പിറ്റേ ദിവസം മുതൽ ക്ലാസ് തുടങ്ങി. സാക്ഷരതാ ക്ലാസ് നോക്കി കണ്ടില്ലേ നിങ്ങൾ? അതേപോലെ ക്ലാസ് ആര് തുടങ്ങി? മുത്തശ്ശി തുടങ്ങി. എല്ലാ തത്തകളെയും മുന്നിൽ പിടിച്ചിരുത്തി തത്ത പറയുകയാണ്, ഏറ്റു ചൊല്ലണം നിങ്ങളൊക്കെ, നിങ്ങളല്ല തത്തക്കുട്ടികളോട്, നിങ്ങളെല്ലാവരും ഏറ്റു ചൊല്ലണം. തത്തകളെ കാട്ടിൽ വേടൻ വരും, വേടൻ വല വിരിക്കും, വലയിൽ ധാന്യങ്ങളിടും, നിങ്ങൾ ചെന്നിരിക്കരുത്, ഇരുന്നാൽ കുരുങ്ങിയാൽ ചാവും. അവർ പെട്ടെന്ന് അത് പിക്കപ്പ് ചെയ്തു. ആ പറഞ്ഞു കൊടുത്തൊക്കെ. നെക്സ്റ്റ് ഡേ ഈ മുത്തശ്ശി വന്ന് ഇരിക്കേണ്ട താമസം ആ തത്തകളെ കൂടെ നോക്കിയപ്പോഴേക്കും അവരെല്ലാവരും പറയാൻ തുടങ്ങി, തത്തകളെ കാട്ടിൽ വേടൻ വരും, വേടൻ വല വിരിക്കും, വലയിൽ ധാന്യങ്ങളിടും, ചെന്നിരിക്കരുത്, ഇരുന്നാൽ കുരുങ്ങിയാൽ ചാവും. മുത്തശ്ശിക്ക് വലിയ ഇഷ്ടമായി. കാരണം ഈ തത്തകൾക്കൊക്കെ വലിയ ബോധം വന്നു. ഇനി ഇവരെ ഒന്നും ചൂഷണം ചെയ്യാൻ ഒരു വേടനും സാധിക്കില്ല എന്നുള്ള ഒരു കോൺഫിഡൻസ് മുത്തശ്ശിക്ക്. അങ്ങനെ ഒരു വേടൻ വന്നു, വേടൻ വല വിരിച്ചു, ധാന്യങ്ങൾ ഇടുമ്പോൾ ഈ തത്തകളൊക്കെ വൃക്ഷക്കൊമ്പുകളിൽ ഒന്നിച്ച് പാടാണ്, തത്തകളെ കാട്ടിൽ വേടൻ വരും, വേടൻ വല വിരിക്കും, വലയിൽ ധാന്യങ്ങളിടും, നിങ്ങൾ ചെന്നിരിക്കരുത്, ഇരുന്നാൽ കുരുങ്ങും. ഇത് കേട്ടപ്പോൾ മുത്തശ്ശിക്കുണ്ടായൊരു പരമാനന്ദം. കാരണം ഈ തത്തകളിലൊക്കെ സ്വയം രക്ഷിക്കാനുള്ളൊരു ബോധം അറിവുണ്ടായല്ലോ. അത് മുത്തശ്ശി തൊഴുതിട്ട് പറഞ്ഞു, കുട്ടികളെ ഇത് നിലനിർത്തണം, ഇതാണ് നിങ്ങളെ രക്ഷിക്കുന്നത്. ഈ വേടന്റെ ഉള്ളിലൊരു ചിന്ത. ഈ തത്തകളൊക്കെ പാടുന്നത് തത്തകളെ കാട്ടിൽ വേടൻ വരും, വേടൻ വല വിരിക്കും, വലയിൽ ധാന്യങ്ങൾ ഇടുന്ന എന്നൊന്ന് മാറ്റി പിടിച്ചാലോ എന്ന്. ഇവൻ എന്താ വെച്ചാൽ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ കൊണ്ടുവന്ന് ആ ഫ്രൂട്ട്സ് ഒക്കെ ഇങ്ങനെ ഇട്ടപ്പോൾ അതിലൊരു തത്ത ചോദിക്കേണ്ടതാ, ഇതുപോലെ കുഞ്ഞു തത്തകൾ, അല്ല മുത്തശ്ശി നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് ധാന്യങ്ങൾ ഇടുന്നല്ലേ, ഫ്രൂട്ട്സ് ഇടുന്ന് പഠിപ്പിച്ചിട്ടില്ലല്ലോ എന്ന്. അതുകൊണ്ട് ആർത്തി പൂണ്ട് ആ കൊച്ചു തത്ത ആ ഫ്രൂട്ട്സ് കൊത്തി തിന്നാനായിട്ട് പോവുകയാണ്. ഇതിൻ്റെ ആർത്തി മുഖത്തുള്ള ആ തീറ്റ കണ്ടപ്പോൾ പിന്നെ ബാക്കിയുള്ളവരുടെ കാര്യം പറയണ്ടല്ലോ. അങ്ങനെ എല്ലാ തത്തകളും അതാ പറക്കുന്നു, നേരെ വലിയ ചെന്നിരിക്കുന്നു. ഈ മുത്തശ്ശി തത്ത ഉറക്കെ പറയണ്ട്, അരുത്, പോവരുത്. എന്ത് പോവരുത്? അപ്പൊ ഇങ്ങോട്ട് തിരിച്ചു പറയാണ്, ഇത് ഫ്രൂട്ട്സ് ആണ്, ഏതല്ല ധാന്യമല്ല. മുത്തശ്ശി തെറ്റുപറ്റി, ഇത് ഫ്രൂട്ട്സ് ആണ്, ധാന്യമല്ല. മുത്തശ്ശി എന്താ പഠിപ്പിച്ചത്? ധാന്യങ്ങൾ ഇടുന്നല്ലേ. അതുകൊണ്ട് മുത്തശ്ശി വിഷമിക്കേണ്ടത് ഫ്രൂട്ട്സ് ആണ്. ആ വേടൻ വലിച്ചു, എല്ലാം കുരുങ്ങി. എല്ലാ തത്തകളെയും കൊണ്ട് ആ വേടൻ പോകുമ്പോൾ മുത്തശ്ശി പൊട്ടി കരയാണ്. അപ്പോൾ ഈ വലയിലിരുന്നു കൊണ്ട് ആ തത്തകൾ പാടുകയാണ്, മുത്തശ്ശി കരയണ്ട, ഞങ്ങൾ മറന്നിട്ടില്ല, തത്തകളെ കാട്ടിൽ വേടൻ വരും, വേടൻ വല വിരിക്കും, വലയിൽ ധാന്യങ്ങളിടും, ഇരുന്നാൽ കുരുങ്ങിയാൽ ചാവും. എവിടെ ഇരുന്നാ പാടുന്നത്? വലയിലിരുന്ന്. ഞാൻ എന്തിനായി കഥ പറഞ്ഞത്? ഇതുപോലെ ആവരുത് മനുഷ്യൻ.